ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിന് ബാക്കിയാണ് നമ്മൾ പഠിക്കുന്ന റിലേഷൻസിന്റെ ടോപ്പിക്കിൽ നമ്മൾ പ്രോപ്പർട്ടീസ് കണ്ടായിരുന്നു. അതിന്റെ ബാക്കിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി റിഫ്ലെക്സീവ് റിലേഷൻസ് ആർ ദെയർ ഓൺ സെറ്റ് വിത്ത് n എലമെന്റ്സ്? n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ എത്ര റിഫ്ലെക്സീവ് റിലേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും? സോ റിഫ്ലെക്സിവിറ്റി എന്തായാലും നമ്മൾ പറഞ്ഞിരുന്നു. ഒരു സെറ്റ് എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ ആറ് പറയുകയാണെങ്കിൽ എ പേഴ്സ് സെറ്റ് എയിൽ ഏത് എലിമെന്റ് എടുത്താലും ഓൾവേർ എ റിലേഷനകത്ത് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയും. സോ നമുക്കൊരു ആറ് റിലേഷൻ ഉണ്ട്. അത് എ ക്രോസ് ആയിട്ട് സബ്സെറ്റ് ആണെന്ന് അറിയാം. സോ നമുക്ക് അവിടെ എത്ര എലമെന്റ്സ് വരും? എ ക്രോസ് ആയി എത്ര എലമെന്റ്സ് ഉണ്ടാകും? n സ്ക്വയർ ഓൾഡ് പേഴ്സ് ഉണ്ടാകും. ഇപ്പൊ നമ്മൾ റിലേഷൻ ആറ് എ ക്രോസ് ആയി സബ്സെറ്റ് ആണ്. സോ നമുക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത് n സ്ക്വയർ ഓൾറെഡി പേഴ്സ് ആണ്. അതിന് നമുക്ക് റിഫ്ലെക്സീവ് ആയിട്ട് എത്ര പേഴ്സ് കിട്ടും? n പേഴ്സ്, n ഓൾഡ് പേഴ്സ്, എ ഫോർമാറ്റ് വരുന്ന n എലമെന്റ്സ്, അതായത് നമ്മൾ റിഫ്ലെക്സീവ് പേഴ്സിന്റെ എണ്ണം n എലമെന്റ്സ് നമുക്ക് കിട്ടും. ഈ n സ്ക്വയറിൽ നിന്ന് നമ്മൾ ഈ n എലമെന്റ്സിനെ മാറ്റി നിർത്തണം. അത് വേറൊന്നുമില്ല, നമ്മളിപ്പോൾ റിഫ്ലെക്സീവ് ആയിട്ട് കിട്ടുന്ന ആ n പേഴ്സിനെ ഒരു ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡിങ് കിട്ടും n ഇൻറ്റു n മൈനസ് 1 എലമെന്റ്സ് ആയിരിക്കും. ഈ n ഇൻറ്റു n മൈനസ് 1 ഓൾറെഡി പേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് 2n ഇൻറ്റു n മൈനസ് 1 റിലേഷൻസ് ഉണ്ടാക്കാം. ഈ റിലേഷൻസിനെ നമുക്ക് റിഫ്ലെക്സീവ് ആക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു n എലമെന്റ്സ് റിഫ്ലെക്സീവ് എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ n റിഫ്ലെക്സീവ് എലമെന്റ്സിനെ ഒരൊറ്റ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ ബ്ലോക്ക് ഒറ്റ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ ബ്ലോക്ക് നമ്മുടെ ഈ 2n ഇൻറ്റു n മൈനസ് 1 റിഫ്ലെക്സീവ് റിലേഷൻസിന്റെ കൂട്ടത്തിൽ നമ്മൾ എടുത്തെടുക്കുന്നു. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് 2n ഇൻറ്റു n മൈനസ് 1 റിഫ്ലെക്സീവ് റിലേഷൻസ് കിട്ടും. കുറച്ചുകൂടി സിമ്പിൾ ആക്കി പറഞ്ഞാൽ നമുക്ക് എ ഫോർമാറ്റുള്ള n എലമെന്റ്സ് അതിന് എപ്പോഴും നമ്മൾ ഒരുമിച്ച് വെക്കുന്നത്, അത് a1 a2 അങ്ങനെ an ഇത് ഇത്രയാണ് നമ്മുടെ റിഫ്ലെക്സീവ് ആയിട്ടുള്ള പേഴ്സ്. ഈ ഇത്രയും റിഫ്ലെക്സീവ് പേഴ്സിനെ ഒറ്റ സെറ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് കൺസിഡർ ചെയ്യണം, ഒറ്റ ബ്ലോക്ക് ആയിട്ട്. ഈ ഇത്രയും എലമെന്റ്സ് ഈ n അടുത്ത് മാറ്റി എടുക്കാൻ n ഇൻറ്റു n മൈനസ് 1 പോസിബിൾ എലമെന്റ്സ് ആണ് ഓൾറെഡി എ ക്രോസ് ഉള്ളത്. അത് യൂസ് ചെയ്ത് നമുക്ക് 2n ഇൻറ്റു n മൈനസ് 1 റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഓരോ റിലേഷൻസിനും എടുത്തിട്ട് ആ ഓരോ റിലേഷൻസിനും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു ബ്ലോക്ക്, ഈ റിഫ്ലെക്സീവ് പേഴ്സിന്റെ ബ്ലോക്ക് ഓരോ റിലേഷനെ കൂട്ടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2n ഇൻറ്റു n മൈനസ് 1 റിഫ്ലെക്സീവ് റിലേഷൻസ് കിട്ടും. ഇതൊരു ചെറിയ പ്രോബ്ലം ആണ്, ട്രിക്കി ആയിട്ടുള്ളതാണ്. വേണമെങ്കിൽ ചോദ്യം വരാം. സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇനി എക്സാമ്പിൾ ആണ്. നമ്മൾ റിലേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റുകളാണ്. സോ നമുക്ക് ഇവിടെ സെറ്റിനകത്തെ പോലെ തന്നെ യൂണിയനും ഇന്റർസെക്ഷനും ഡിഫറൻസ് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ അതിനുകൊണ്ട് നമ്മൾ റിലേഷൻസ് എത്തിക്കണം. സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലേക്ക്. സോ എ എന്ന് പറഞ്ഞാൽ 1 2 3 എന്ന സെറ്റാണ്. ബി എന്ന് പറഞ്ഞാൽ 1 2 3 4 ആണ്. റിലേഷൻ R1 എന്ന് പറഞ്ഞാൽ 1 1 2 2 3 3 എന്നുള്ളതാണ്. R2 എന്ന് പറഞ്ഞെങ്കിൽ 1 1 1 2 1 3 1 4 എന്നുള്ളതാണ്. ഇനി R1 യൂണിയൻ R2 എന്നാണ്. രണ്ട് സെറ്റിന്റെ യൂണിയൻ ആണ്. എവിടെയെങ്കിലും എടുത്ത് R1 R2 ഉണ്ടെങ്കിൽ നമുക്ക് യൂണിയനത്തിൽ. സോ 1 1 1 2 1 3 1 4 2 2 2 3 എന്നുള്ളതാണ് യൂണിയനത്തിൽ കിട്ടാൻ പോകുന്നത്. അതിന് R1 ഇന്റർസെക്ഷൻ ആക്കുന്ന രണ്ടിലും കോമൺ, അത് 1 1 ഓൾഡിവർ മോഡലാണ്. സോ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾഡിവർ 1 1 ആയിരിക്കും. ഇനി R1 മൈനസ് R2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R1 ഉണ്ടാകണം, R2 വരാൻ പാടില്ല. അതായത് R1 R2 കോമൺ ആയിട്ട് വരുന്ന എലിമെന്റ് ഏതോ അതിനെ R1 നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, R1 മൈനസ് R2 is same as R1 മൈനസ് ഏതാ R1 റിമൂവ് ചെയ്യണം. എന്ത് ചെയ്യണം? R1 ഇന്റർസെക്ഷൻ R2 വരുന്നത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു എളുപ്പത്തിന് പറഞ്ഞത്. അപ്പൊ നോക്കി R1 ഇന്റർസെക്ഷൻ R2 താരാൻ നിൽക്കുന്നത് 1 1. അപ്പൊ R1 എന്ത് ചെയ്യണം? 1 1 റിമൂവ് ചെയ്യാം. പിന്നെ ആയിരിക്കുള്ളത് 2 2 3 3. സോ R1 മൈനസ് R2 3. സിമിലർ വാല്യൂ ആണെങ്കിൽ R1 R2 കോമൺ 1 1 ആണ്. സോ R2 നിന്ന് 1 1 റിമൂവ് ചെയ്തിട്ട് ബാക്കി ആയിരിക്കണം 1 2 1 3 1 4. ഇതാണ് എന്തായിട്ട് വരാമെന്ന് നമുക്ക് R2 മൈനസ് R1 വരാം. രണ്ട് ചെറിയ പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് തന്നു തന്നേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കോമ്പോസിഷൻ ഓഫ് റിലേഷൻസ്. കോമ്പോസിഷൻ പറയാൻ വേണ്ടി നമുക്ക് രണ്ട് റിലേഷൻസ് വേണം. ലെറ്റ് ഇറ്റ് ബി R ആൻഡ് S. R എന്ന റിലേഷൻ ഫ്രം സെറ്റ് A ടു സെറ്റ് B ആയിട്ടും ആൻഡ് S എന്ന റിലേഷൻ ഫ്രം സെറ്റ് B ടു സെറ്റ് C ആയിട്ടും. ഇനി നമ്മൾ കോമ്പോസിഷൻ, ഓക്കെ, കോമ്പോസിറ്റ് ഓഫ് R ആൻഡ് S എന്ന് പറയാൻ പോകുന്നത് ഓൾറെഡി പേര് AC ആണ്. A എന്ന് പറഞ്ഞ സെറ്റ് എയിൽ നിന്നും C എന്ന് പറഞ്ഞ സെറ്റ് സിയിൽ നിന്നുമുള്ള എലിമെന്റ്സ് ആയിരിക്കണം. AC എന്നുള്ള എലിമെന്റ്സ് ആണ് R ആൻഡ് എസിന്റെ കോമ്പോസിഷൻ ആയിട്ട് വരാൻ പോകുന്നത്.
ഈ ഒരു കോമ്പോസിറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് ബിയിൽ സെറ്റ് ബിയിൽ നിന്ന് വരുമ്പോൾ ബി വേണം. അവരെങ്ങനെ കണക്ട് ആയിരിക്കുന്നത്? എ ബി എന്നുള്ളൊരു പേര് റിലേഷൻ ആറിനകത്തും ബി സി എന്നുള്ളത് റിലേഷൻസിനകത്തും വേണം. അപ്പോഴാണ് നമുക്ക് ആർ കോമ്പോസിഷൻ എസ് കോമ്പോസിഷൻ ആർ പറയാൻ പറ്റുന്നത്. നോട്ട് ചെയ്തത് എസ് കോമ്പോസിഷൻ ആറാണ്. ആർ കോമ്പോസിഷൻ എസ് കോമ്പോസിഷൻ ആറെന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇനി നമ്മളൊരു പ്രോബ്ലം ചെക്ക് ചെയ്യാൻ പോകണം. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. ഡെഫിനേഷൻ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, നമ്മുടെ സെറ്റ് എ ആയിട്ട് എടുത്തേക്കുന്നത് 1 2 3 ബി ആയിട്ട് എടുക്കുന്നത് 1 2 3 4 ആണ്. റിലേഷൻ ആയിട്ട് 1 1 1 4 2 3 3 1 ആൻഡ് 3 4 എടുത്തേക്കുന്നു. റിലേഷൻ എസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ബിയിൽ നിന്ന് സിയിലേക്കാണ്. ബി ആയിട്ട് 1 2 3 4 നോക്കി നമ്മുടെ റിലേഷൻ ആറിനകത്തെ സെക്കൻഡ് സെറ്റും റിലേഷൻ എസിനകത്തെ ഫസ്റ്റ് സെറ്റും സെയിം ഡൊമൈനാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി സി എടുത്തേക്കുന്നത് 1 2 0 1 2 ആണ് സി എന്ന് പറഞ്ഞിരിക്കുന്നത്. എസ് റിലേഷൻ 1 0 2 0 3 1 3 2 ആൻഡ് 4 ആണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓർഡർ എ ബിയും ബി സിയും വരനെടുത്തിട്ട് എ സി എന്നുള്ള പേരിനെ കോമ്പോസിഷൻ ആക്കി എഴുതാവുന്നതാണ്. എസ് കോമ്പോസിഷൻ ആർ എഴുതാൻ പോകണം. എസ് കോമ്പോസിഷൻ ആർ എഴുതാൻ വേണ്ടി അത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ആറിനകത്തെ എലിമെന്റ് ആണ്. ആറിനകത്തെ എലിമെന്റ് ദെൻ എസിനകത്തെ എലിമെന്റ് നോക്കണം. സോ ആറിനകത്തെ എലിമെന്റ് നമ്മൾ എടുക്കുവാണ് 1 2 സോറി 1 1 1 എടുക്കുന്നു. ഇവിടെ നമ്മൾ നോക്കി നമ്മുടെ സെക്കൻഡ് എലിമെന്റ് 1 ആണ്. സോ 1 ഫസ്റ്റ് എലിമെന്റ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ് നമുക്ക് എസിനകത്ത് തുടങ്ങാം. 1 ഫസ്റ്റ് ഉള്ളത് 1 0 മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ ആറിനകത്ത് 1 1ഉം എസിനകത്ത് 1 0ഉം. അപ്പോൾ റിമൈനിങ് ആയിട്ട് നമുക്ക് എയുടെ പ്ലേസിൽ ഇത് എ ബിയും ഇത് ബി സിയും ആണെങ്കിൽ എയുടെ പ്ലേസിൽ വരുന്ന വാല്യൂ 1, എയുടെ പ്ലേസിൽ വരുന്ന വാല്യൂ 1, സിയുടെ പ്ലേസിൽ 0, സിയുടെ പ്ലേസിൽ 0. സോ 1 0 എന്നുള്ള പേര് അവിടെ വരും, എസ് കോമ്പോസിഷൻ ആറിനകത്ത് വരും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 1 4 എടുക്കാം. ഇനി നോക്കി 1 1 വെച്ചിട്ട് ഏതെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആറിനകത്ത് 1 1 എടുത്താൽ പിന്നെ 1 ഫസ്റ്റ് എലിമെന്റ് ആയിട്ട് പോയി നോക്കാൻ പോവില്ല. അപ്പോൾ നമുക്ക് ഇനി 1 4 എടുക്കാം. ഇനി 1 4 എടുത്താൽ 4 എന്ന് പറയുന്ന ഡിജിറ്റ് ഫസ്റ്റ് എലിമെന്റ് ആയിട്ട് വേണം. അതേപോലെയാണ് 4 1 1 4ഉം 4 1 ഇവിടെയും കോമൺ ആണ്. സോ റിമൈനിങ് ആയിട്ട് 1 1 ആയിരിക്കും അടുത്ത പേർ. സോ 1 1 എഴുതി. ഇനി 2 3 എടുത്താൽ 3 തുടങ്ങുന്നതാണ്. 3 തുടങ്ങുന്ന നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. 3 1 ഉണ്ട്, 3 2 ഉണ്ട്. സോ നമുക്ക് 3 1 എടുക്കാം. 3 1 2 3 3 എടുക്കുന്നു. 2 3യും ഈ 3യും കോമൺ ആണ്. നമുക്ക് റിമൈനിങ് 2 1 എന്നുള്ള പേർ വരും. അതേപോലെ അടുത്ത് ഒരിക്കൽ 2 3യും 3 2ഉം 2 3 3 2 3 കോമൺ മാർക്ക് കഴിഞ്ഞാൽ 2 2 എന്നുള്ള പേർ വന്നു. ഇനി അടുത്ത് ഒരിക്കൽ 3 1 1 ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ സെറ്റിനകത്ത് 1 ആദ്യം വരുന്നത് 1 0ക്ക് മാത്രമാണ്. അപ്പം ഇവിടെയും 1 ഇവിടെയും 1 റിമൈനിങ് ആയിട്ട് 3യും ഇവിടെ 0യും 3 0 എന്നുള്ള പേർ വന്നു. ഇനി ഒരെണ്ണം 3 4 നമുക്ക് നോക്കേണ്ടത് ഈ 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതാണ്. 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 1 ആണ്. സോ 3 4ഉം 4 1ഉം റിമൈനിങ് ആയിട്ടുള്ളത് 3യും 1ഉം 4 4 കോമൺ നോക്കാണ് 3 1 3 1 എന്നുള്ള പേർ വന്നു. സോ ഇതാണ് നമ്മുടെ എസ് കോമ്പോസിഷൻ ആർ എന്ന് പറയുന്നത്. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആർ എന്ന റിലേഷനകത്ത് കണക്റ്റഡ് ടു എസ് എന്ന റിലേഷൻ. സോ ഇതാണ് എസ് കോമ്പോസിഷൻ ആർ എന്നുള്ളത്. ഞാൻ ഡെഫിനേഷൻ ആണ്. ആർ എന്നുള്ള റിലേഷൻ ആണ് സെറ്റ് ചെയ്യുന്നത് എയിലേക്കുള്ളത്. r⁻n നമ്മുടെ റിലേഷൻസിന്റെ nth പവർ എന്ന് പറയുന്നത് എന്റെ വാല്യൂ 1 2 3 ഇത് വേണമെങ്കിൽ ആകാം. r⁻1 ഓക്കെ, ആറ് തന്നെയാണ് റിലേഷൻ. ആറ് തന്നെയാണ് റെക്കർസീവ് റിലേഷൻ ആയിട്ട് എഴുതുന്നത്. ഒരു മൂന്നിനും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന റെക്കർസീവ് റിലേഷൻ ആയിട്ട് എഴുതുന്നത്. r⁻1 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന റിലേഷൻ ആറിന്. r⁻n എന്ന് പറഞ്ഞാൽ r⁻n കോമ്പോസിഷൻ ആറായിരിക്കും. അതായത് നമുക്ക് സിംഗിൾ പറയുകയാണെങ്കിൽ r സ്ക്വയർ എന്ന് പറഞ്ഞാൽ r കോമ്പോസിഷൻ r. രണ്ട് സെറ്റ് നമ്മുടെ റിലേഷൻസ് ആറിന്റെ കോമ്പോസിഷൻ വിത്ത് r എടുക്കുന്നതാണ് r സ്ക്വയർ. ഇനി r³ എന്ന് പറഞ്ഞാൽ r സ്ക്വയർ കോമ്പോസിഷൻ r. ഇങ്ങനെ എടുത്തു പോകുന്നതാണ് നമ്മുടെ പവർ ഓഫ് റിലേഷൻ r⁻n എന്ന് വന്നിരിക്കുന്നത്. ഇതൊരു ഡെഫിനിഷനാണ്. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു, പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യാനോ ഒക്കെ ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ NR റിലേഷൻസ് ആണ്. NR റിലേഷൻസ് പറയുമ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് എയും ബിയും രണ്ട് സെറ്റ് അല്ലെങ്കിൽ എയും ബിയും രണ്ട് സെറ്റ് ആണെങ്കിൽ ഇവർ രണ്ടിൽ കൂടുതൽ സെറ്റ് നമുക്ക് റിലേഷൻസ് പറയാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Let A1, A2 and A and B sets an NR relation on the set is a subset of A1 cross A2 cross up to AN. AN അവിടെ വരെയാണോ അത്രയും സബ്സെറ്റ് ആയിരിക്കും നമുക്ക് NR റിലേഷൻ പറയാൻ പോലെ. The sets A1, A2 up to AN are called domains. Okay, അതെല്ലാം നമ്മൾ ഡൊമൈൻസ് വിളിക്കാം. And N is called degree. എത്ര ഡിഫറെന്റ് സെറ്റ്സ് ആണ് വരുന്നത് അതിനെ നിങ്ങൾ ഡിഗ്രി എന്ന് വിളിക്കുന്നത്. ആൻഡ് എക്സാമ്പിൾ ആണെന്ന് നമുക്ക് താഴെ തന്നിട്ട് let take it first
Let R with the relation on n cross n cross n. എന്നാണ് നമുക്ക് തരുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആണ് n cross n cross n. സോ നമുക്ക് 3 ഡിഫറെന്റ് സെറ്റ്സ് വരുന്നുണ്ട്. സോ നമുക്കൊരു 3 ടപ്പിളാണ് കിട്ടാൻ പോകുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എലമെന്റ്സ് വരുന്ന ഓൾറെഡി പേരാണ് വരികയാണ്. ഇവിടെ നമുക്ക് 3 ഡിഫറെന്റ് സെറ്റുകളുണ്ട്, 3 ഡിഫറെന്റ് പേഴ്സ് വരും. എ ബി സി 3 പേഴ്സ് വരുന്ന ഒരു ടപ്പിൾ, ട്രിപ്പിൾസ് വരുന്ന ടപ്പിളാണ് അല്ലെങ്കിൽ NRA ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മള് എ ബി സി എന്നാണ് റിലേഷൻ വരുന്നത്. എയും ബിയും സിയും എന്താണ് ഇന്റീജേഴ്സ് ആണ്. എയും ബിയും സിയും ഇന്റീജേഴ്സ് ആണ്. കണ്ടീഷൻ എ സ്ട്രിക്ട്ലി ലെസ് ദാൻ ബി ലെസ് ദാൻ സി. എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി ആണെങ്കിൽ they belong to relation R1. Okay, 1 2 3. So 1 less than 2 less than 3 ആണ്. So 1 2 3 എവിടെയാണ് റിലേഷൻ R ൽ വരും. 2 4 3 2 less than 4 ആണ്, പക്ഷേ 4 less than 3 ആണ്. അല്ല, അതുകൊണ്ട് നമുക്ക് റിലേഷൻ ആകാത്ത അങ്ങനെ വരില്ല. ഇവിടുത്തെ നമ്മുടെ ഡിഗ്രിയുടെ റിലേഷൻ എന്താണ്? റിലേഷൻ ഓഫ് ഡിഗ്രി എന്താണ്? 3 വരും. കാരണം നമുക്ക് 1 2 3 സെറ്റ്സ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് n-ന്റെ വാല്യൂ 3 ആയതുകൊണ്ട് നമ്മൾ ഡിഗ്രി 3 ആയിട്ട് വരും. ഡൊമൈൻ ഈക്വൽ ടു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ n എടുത്തിരിക്കുന്നതാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇതാണ് n റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ആർബിന്റെ റിലേഷൻ ഓൺ ഇസെറ്റ് സെറ്റ് ഓഫ് എൻറ്റിറ്റീസ് ആണ്. ഇസെറ്റ് ക്രോസ് ഇസെറ്റ് ക്രോസ് ഇസെറ്റ്. ഇവിടെ ഡിഗ്രി എന്തായിരിക്കും? 3 ആയിരിക്കും. എ ബി സി 3 വാല്യൂസ് വരുന്ന ഒരു ടപ്പിൾ നമ്മൾ എടുക്കുവാണെങ്കിൽ അത് കണക്ട് ആയിരിക്കുന്ന എങ്ങനെയാണ്? എ ബി സി ഫോംസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എ പി ക്രിയേറ്റ് ചെയ്യണം. എയും ബിയും സിയും റിലേഷൻ ആണെങ്കിൽ നമുക്ക് ഇന്റീജർ കെ ഉണ്ടാക്കും. സച്ച് ദാറ്റ് എ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് കെ ആൻഡ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് 2k. ആ അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് നമ്മുടെ കോമൺ ഡിഫറൻസ് ആണ് കെ. ഫസ്റ്റ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടൈം കിട്ടുന്നു. ഫസ്റ്റ് ടൈം പ്ലസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടൈം കിട്ടുന്നു. നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് അത് യൂസ് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ ബി മൈനസ് എ എന്നുള്ള വാല്യൂ കെ ആണ്. അതുപോലെ സി മൈനസ് ബി എന്നുള്ള വാല്യൂ എന്താണ്? കെ ആണ്. അതുപോലെ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാം. സോ നമ്മൾ നോക്കാം 1 3 5 നോക്കി 3 മൈനസ് 1 2 കിട്ടും. അതുപോലെ 5 മൈനസ് 3 2 കിട്ടും. അതായത് നമുക്ക് ആ തന്നിരിക്കുന്ന ടപ്പിളിനകത്തെ എലമെന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടുന്നുണ്ട്. സോ അത് പാർട്ട് ഓഫ് ദ റിലേഷൻ ആറാണ്. നമ്മൾ 2 5 9 എടുക്കുക. 2 5 ഡിഫറൻസ് 3 കിട്ടും. 5 9 ഡിഫറൻസ് 4 കിട്ടും. ഡിഫറൻസസ് വരുന്നുണ്ട്. അതുകൊണ്ട് അത് എന്താവില്ല? റിലേഷൻ ആറിന്റെ പാർട്ടാവില്ല. സോ 1 3 5 റിലേഷന്റെ പാർട്ടാണ്, പക്ഷേ 2 5 റിലേഷന്റെ പാർട്ടല്ല. ഇങ്ങനെ വരുന്നതാണ് നമ്മുടെ NR റിലേഷൻസിന്റെ എക്സാമ്പിൾ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. NR റിലേഷൻസ് യൂസ് ആയിട്ട് വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. റെപ്രസെന്റിങ് റിലേഷൻസ് യൂസിങ് മെട്രിക്സ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അതായത് നമ്മൾ മെട്രിക്സിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കേസാണ്. റിലേഷൻസിനെ നമ്മൾ മെട്രിക്സ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കേസാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കുറച്ച് ലാർജ് ലെവൽ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ആന്റിസിമെട്രിയും സിമെട്രിയും റെപ്രസെന്റിറ്റി ഒക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഡയറക്റ്റ് എല്ലാ വാല്യൂസും ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിരിക്കില്ല. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു റിലേഷനെ നമുക്കൊരു മെട്രിക്സ് റെപ്രസെന്റേഷനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ടു ഫൈൻഡ് ഔട്ട് whether it is transitive, antisymmetric, symmetric or reflexive. So in that case we are using matrix representations to represent relations of any kind. Okay, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. റിലേഷൻ ആർ നമുക്ക് ഒരു മെട്രിക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ അതിനെ മെട്രിക്സ് ഓഫ് ആർ, റിലേഷൻ ആറിന്റെ മെട്രിക്സിനെ ക്യാപിറ്റൽ M എന്ന് എഴുതും. അതിനകത്ത് വരുന്ന വാല്യൂസ് MIJ എന്ന് എഴുതും. ഈ IMJ എന്ന് പറയുന്നത് നമ്മുടെ പൊസിഷൻസ് ആണ്. ചെക്ക് ചെയ്യാം. ഈ MIJ എന്നുള്ള വാല്യൂ 1 or 0, ഈ രണ്ട് പോസിബിലിറ്റി മാത്രമേ നമുക്ക് റിലേഷൻ ആകത്തുള്ളൂ. നമ്മുടെ മെട്രിക്സിനെ അകത്ത് വാല്യൂസ് വരുള്ളൂ, 1 ഉം 0 ഉം. If AI BJ element of R, AI BJ A1 B1 അല്ലെങ്കിൽ A2 B2 A1 B3, അതുപോലെ നമുക്ക് റിലേഷനകത്തെ അല്ലെങ്കിൽ നമ്മൾ സെറ്റിനകത്തെ എലമെന്റ്സിനെ ഓർഡറിൽ എഴുതാമല്ലോ, ആ ഓർഡറാണ് ഈ AI BJ എന്നൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. അത് റിലേഷൻ അകത്ത് നമ്മുടെ റിലേഷൻ ആറിനകത്തെ എലമെന്റ് ആണെങ്കിൽ we will give 1 as the value and AI BJ എന്ന് പറയുന്ന റിലേഷൻ ആറിനകത്ത് ഇല്ലെങ്കിൽ 0 കൊടുക്കും. നമുക്ക് പ്രാക്ടിക്കലി എങ്ങനെ എഴുതാൻ നോക്കാം. സപ്പോസ് that set A is equal to 1 2 3 and set B is equal to 1 and 2. നമുക്ക് റിലേഷൻ R ഉണ്ട് from set A to B containing, okay, if A element of A and B element of B, then A strictly greater than B. A strictly greater than B ആയിട്ട് വരുന്ന റിലേഷൻ ഉണ്ട്. അപ്പൊ ആ റിലേഷന്റെ മെട്രിക്സ് നമ്മളിവിടെ എങ്ങനെ ചെയ്യും എന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അറിയാം മെട്രിക്സിനകത്ത് നമുക്ക് റോയും കോളംസ് ഫിക്സ് ചെയ്യണം അല്ലേ? വേണം. ഇവിടെ നമ്മുടെ റിലേഷൻ ആർ എവിടെ നിന്ന് ഇങ്ങോട്ടാ? റിലേഷൻ ആർ A to B ആണ്. സോ എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ് ഉണ്ട്. എയിലെ
എലമെന്റ്സിന്റെ എണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോസ് നമുക്ക് വേണം. സോ നമുക്ക് എന്ത് വേണം? 3 റോസ് നിർബന്ധമായിട്ടും വേണം. അതേപോലെ തന്നെ നമുക്ക് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ് ഉണ്ട്. അത്രയും കോളംസ് വേണം. സോ 1, 2 and 3 റോസ്, 2 കോളംസ്. ഓക്കെ, എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും റോസും ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും കോളംസും കൊടുക്കുക. ഇനി നമ്മൾ ഇതിന്റെ ഒരു പൊസിഷൻ എഴുതാറുണ്ടല്ലോ. എങ്ങനെയാ? A11, A12, A21, A22, A31 and A32. ഇനി നമ്മൾ മെട്രിക്സിന്റെ പ്ലേസസ് എഴുതാറുണ്ട് അല്ലേ? ഓക്കെ, A11 ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ സെറ്റ് എയിലെ ഫസ്റ്റ് എലമെന്റും സെറ്റ് ബിയിലെ ഫസ്റ്റ് എലമെന്റും റിലേറ്റഡ് ആണെങ്കിൽ A11ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. ഇനി A22 എന്ന് പറഞ്ഞാൽ സെറ്റ് എയിലെ ഫസ്റ്റ് എലമെന്റും സെറ്റ് ബിയിലെ സെക്കൻഡ് എലമെന്റും റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ A12യിലൂടെ 1 കൊടുക്കും. ഇതേപോലെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇവിടെ റിലേഷൻ ആകും നോക്കാം. A സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ബി എന്നാണ് വന്നിരിക്കുന്നത്. ഇനി A1ന്റെ വാല്യൂ എന്താ? A1ന്റെ വാല്യൂ 1, A2ന്റെ വാല്യൂ 2, A3യുടെ വാല്യൂ 3, B1ന്റെ വാല്യൂ 1, B2ന്റെ വാല്യൂ 2. A സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 2. 1 ഗ്രേറ്റർ ദാൻ 1 അല്ല. 1 ഗ്രേറ്റർ ദാൻ 2 അതും അല്ല. 2 ഗ്രേറ്റർ ദാൻ 1. 2 ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ അത് ശരി. 2 ഗ്രേറ്റർ ദാൻ 2 അത് കിട്ടിയില്ല. ഇനി 3 ഗ്രേറ്റർ ദാൻ 1 അത് കറക്റ്റാ. 3 ഗ്രേറ്റർ ദാൻ 2 അതും കറക്റ്റാ. സോ നമുക്ക് 3 വാല്യൂസേ ഉള്ളൂ റിലേഷനകത്ത്. ഏതൊക്കെയാ? ഒന്ന് ഓൾറെഡി പെയർ 2-1, 3-1 ആൻഡ് 3-2. ഇനി ഈ 2-1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സെറ്റിലെ സെക്കൻഡ് എലമെന്റും 1 എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റിലെ ഫസ്റ്റ് എലമെന്റുമാണ്. അതായത് A2B1. A2B1 ആണ് എന്തെന്ന് പറയുന്നത്? ഓൾഡ് പെയർ 2-1 എന്ന് പറയുന്നത്. A2B1 എന്ന് വരുമ്പോൾ നമുക്കിനി ഈ താഴത്തെ വാല്യൂസ് 2-1 സെക്കൻഡ് റോ ഫസ്റ്റ് കോളം A2B1 സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ഈ വാല്യൂ എന്താകും? 1 ആകും. ഇത് ഇവിടെ കണ്ടോ? A2B1 കറസ്പോണ്ടിങ് വാല്യൂ 1 ആയി. ഇനി അടുത്ത നോക്കിയേ A3B1. 3 എന്ന് പറയുന്നത് A3 ആണ്. 1 എന്ന് പറയുന്നത് B1 ആണ്. A3B1 എന്ന് പറഞ്ഞാൽ തേർഡ് റോ ഫസ്റ്റ് കോളം A3B1 അതെന്താകണം? 1 ആണ്. A3B1 എന്തായി? 1 ആയി. ഇനി അടുത്ത് എന്താ? ഇത് 3-2 എന്ന് പറഞ്ഞാൽ 3 A3 എന്നുള്ള വാല്യൂ ആണ്. ആൻഡ് 2 എന്ന് പറഞ്ഞാൽ B2. 3-2 A3B2 എന്ന് പറഞ്ഞാൽ തേർഡ് റോ സെക്കൻഡ് കോളത്തിലെ വാല്യൂ എന്താണ്? 1 ആണ്. നമ്മൾ റിലേഷനകത്ത് വന്നിരിക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയാണോ അതിന്റെ കറസ്പോണ്ടിങ് പ്ലേസിൽ 1 കൊടുക്കുക. അതർ പ്ലേസിൽ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. ഇതാണ് നമ്മുടെ റിലേഷന്റെ മെട്രിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കണം. പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മൾ റിലേഷൻ ആറിനകത്ത് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ അതിന്റെ പൊസിഷൻ നമ്മൾ മെട്രിക്സിൽ എഴുതുമ്പോൾ എവിടെ വരും എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. അതിന് കറസ്പോണ്ടിങ് പ്ലേസസിൽ നമ്മൾ എന്ത് കൊടുക്കും? 1 കൊടുക്കും. ആ പർട്ടിക്കുലർ ഓൾഡ് പെയർ നമ്മുടെ റിലേഷനകത്ത് ഉണ്ടെങ്കിൽ 1 കൊടുക്കും. അതർവൈസ് നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. നമ്മൾ നോക്കിയേ 1-1 എന്നുള്ള വാല്യൂ 1-1 നമ്മുടെ റിലേഷനകത്തുണ്ടോ? ഇല്ല. 1-1 എന്ന് പറയുകയാണെങ്കിൽ A1B1 ആയിരുന്നു. ഓക്കെ, A1B1 എന്നാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. 1-1 എന്നുള്ള പേര് നമ്മുടെ റിലേഷനകത്തില്ല. അതുകൊണ്ട് അവിടെ എന്താ കൊടുക്കുന്നത്? 0 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സിമെട്രിക് ആണോ ആന്റി സിമെട്രിക് ആണോ റിഫ്ലക്സീവ് ആണോ എന്നുള്ള കണ്ടുപിടിക്കാൻ പറ്റും. ഞാനൊരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. സപ്പോസ് ദ റിലേഷൻ R on the set is represented by the matrix R is reflexive, symmetric and or anti-symmetric. ഇതാണ് തന്നിരിക്കുന്നത്. റിഫ്ലക്സീവ് ആണോ സിമെട്രിക് ആണോ ആന്റി സിമെട്രിക് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ നീഡ് ടു ചെക്ക് റിഫ്ലക്സിവിറ്റി. ഒരു മെട്രിക്സ് റിഫ്ലക്സീവ് ആകണമെങ്കിൽ മെട്രിക്സ് നമുക്കൊരു റിലേഷനെ കാണിക്കുന്ന മെട്രിക്സ് റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും നോക്കണ്ട, ഡയഗണൽ എലമെന്റ്സിനെ ചെക്ക് ചെയ്യുക. നോക്കാം ഡയഗണൽ എലമെന്റ്സ്. അതായത് 1-1, 2-2, 3-3 പൊസിഷൻ ഓർഡറിൽ വരുന്നു. എന്താണ്? A11, A22, A33 ഇതാണ് നമ്മുടെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ A11, A1, A2, A3, ആ രീതിയിൽ വരുന്നു. റിഫ്ലക്സീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് നമ്മുടെ ഡയഗണൽ എലമെന്റ്സ്. ഡയഗണൽ എലമെന്റ്സിന്റെ ഒക്കെ വാല്യൂ 1 ആണെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ റിലേഷൻ ഈസ് റിഫ്ലക്സീവ്. ഇവിടെ നോക്കിയേ, നമ്മുടെ ഈ മെട്രിക്സ് റിലേഷനകത്ത് നമുക്ക് തന്നിരിക്കുന്നതാണ് എല്ലാ ഡയഗണൽ എലമെന്റ്സും 1 ആണ്. ഡയഗണൽ എലമെന്റ്സ് 1 ആയി കഴിഞ്ഞാൽ ദ റിലേഷൻ ഈസ് റിഫ്ലക്സീവ്.
ഇത് സിമ്മട്രിക് ആണോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് എളുപ്പം എന്നാ പറയുമോ, നമുക്ക് തന്നിരിക്കുന്ന ഒരു മെട്രിക്സ് അല്ലേ, മെട്രിക്സിന് ട്രാൻസ്പോസ് എടുക്കാമല്ലോ, എടുക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ആണ് എം ആർ. ഓക്കെ, ആ മെട്രിക്സിന് ട്രാൻസ്പോസ് എം ആർ ട്രാൻസ്പോസ് എടുക്കുന്നു. മെട്രിക്സും അതിന്റെ ട്രാൻസ്പോസും ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സിമെട്രിക്. ഓക്കെ, മെട്രിക്സും അതിന്റെ ട്രാൻസ്പോസും സെയിം മെട്രിക്സ് ആണെങ്കിൽ അതിന് നമുക്ക് സിമെട്രിക് എന്ന് പറയാം. ആ റിലേഷനെ നമുക്ക് സിമെട്രിക് എന്ന് പറയാം. ഇപ്പം സിമെട്രിക് ആണെങ്കിൽ എന്തായത് ആന്റിസിമെട്രിക് അല്ല, സോ നോട്ട് ആന്റിസിമെട്രിക് എന്ന് പറയാം. ഇവിടെ നോക്കി, നമ്മൾ ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുകയാണെങ്കിൽ 1 1 0, അത് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് റോയും കിട്ടാൻ പോകുന്നത്. അടുത്തെന്താ 1 1 1, സെക്കൻഡ് റോയും സെയിം ആണ്. 0 1 1, തേർഡ് റോയും സെയിം ആണ്. സോ നമുക്ക് ഈ തന്നിരിക്കുന്ന മെട്രിക്സ് ആറിന്റെ ട്രാൻസ്പോസ് എടുത്താലും സെയിം മെട്രിക്സ് ആയിട്ട്. സോ ദ മെട്രിക്സ് സിമെട്രിക്. മെട്രിക് സിമെട്രിക് ആണ്, സോ ദ റിലേഷൻ ഈസ് സിമെട്രിക്. സോ ഇറ്റ് ഈസ് നോട്ട് ആന്റിസിമെട്രിക്. ഇത്രയാണ് ഇവിടെ വരുന്നത്. സോ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. ദെൻ ഇതിന്റെ കുറച്ചുകൂടി പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.